ടെക് ലോകത്തെ വാർത്തകൾ. ഫുജി അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന AI വീഡിയോ പുറത്തുവിട്ട് ജാപ്പനീസ് ഭരണകൂടം. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെയും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയാണ് വീഡിയോ പുറത്തുവിട്ടത്. ഫുജി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ആവിഷ്കരിക്കുന്നതാണ് AI വീഡിയോ. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാവും അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുക. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിനും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനും വേണ്ടിയാണ് ടോക്കിയോ മെട്രോപൊളിറ്റൻ സർക്കാർ വീഡിയോ പുറത്തുവിട്ടത്. എന്നാൽ സമീപകാലത്തൊന്നും ഫുജി അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഏറെ ജനസാന്ദ്രതയുള്ള ടോക്കിയോയിൽ അഗ്നിപർവ്വത വിസ്ഫോടനമുണ്ടായി 1-2 മണിക്കൂറിനുള്ളിൽ ചാരം വീഴാൻ തുടങ്ങുമെന്നും 2 മുതൽ 10 സെന്റിമീറ്റർ വരെ അടിഞ്ഞുകൂടുമെന്നും ടോക്കിയോയുടെ പടിഞ്ഞാറൻ മേഖലയിൽ 30 സെന്റിമീറ്റർ വരെ ചാരമടിയുമെന്നും വീഡിയോയിൽ പറയുന്നു. ട്രെയിൻ ട്രാക്കുകളിലും റൺവേകളിലും ചാരം അടിഞ്ഞുകൂടുന്നതുവഴി ട്രെയിൻ ഗതാഗതവും വിമാന ഗതാഗതവും തടസ്സപ്പെടും. റോഡുകളിൽ വഴുക്കലുണ്ടാകും. ഇത് റോഡ് അപകടത്തിനും കാരണമാകും. വീഡിയോ ചിത്രീകരണം വലിയൊരു മുന്നറിയിപ്പാണെന്ന് വിദഗ്ധർ പറയുന്നു. വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും വിദഗ്ധർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാൻ AI-യുമായി വാട്സപ്പ് റൈറ്റിംഗ് ഹെൽപ്പ് എന്ന പുതിയ ഫീച്ചർ അറിയപ്പെടുന്നു. ഉപയോക്താക്കൾക്ക് അവരുടെ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനും വീണ്ടും എഴുതുന്നതിനും പരിഷ്കരിക്കുന്നതിനും സഹായിക്കുന്നതിനാണ് റൈറ്റിംഗ് ഹെൽപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സന്ദേശങ്ങൾ അയക്കുന്നതിന് മുമ്പ് വ്യാകരണം ക്രമീകരിക്കാനും പദപ്രയോഗം മെച്ചപ്പെടുത്താനും കൂടുതൽ പ്രൊഫഷണലായും നർമ്മപരമായും പ്രോത്സാഹജനകമായും മാറ്റാനും ഈ ടൂളിന് കഴിയും. മെറ്റയുടെ പ്രൈവറ്റ് പ്രോസസ്സിംഗ് സാങ്കേതികവിദ്യയിലൂടെയാണ് ഈ ഫീച്ചർ പ്രവർത്തിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ചെയ്തവയായിരിക്കും. ഫീച്ചർ സജീവമാകുന്നതിന് ഉപയോക്താക്കൾക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ദൃശ്യമാകുന്ന ഒരു ചെറിയ പെൻസിൽ ഐക്കണിൽ ടാപ്പ് ചെയ്യാം. ഇതുവഴി പുതിയ ഫീച്ചർ ഉപയോഗപ്പെടുത്താം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് ഇരുചക്ര വിൽപ്പനയിൽ ഓല ഇലക്ട്രിക്കിനെ പിന്തള്ളി ഏതർ എനർജി. വിൽപ്പനയിൽ TVS മോട്ടോർ 1ാം സ്ഥാനം നിലനിർത്തി. ഓഗസ്റ്റിലെ വിൽപ്പനയിലാണ് ഏതർ എനർജി മുന്നേറ്റം കാഴ്ചവെച്ചത്. TVS മോട്ടോറാണ് 1ാം സ്ഥാനത്തുള്ളത്. വിഹിതം 24.8%. മെയ് മാസത്തിൽ ഓഹരി വിപണിയിൽ അരങ്ങേറ്റം കുറിച്ച ഏതർ എനർജി ഒല ഇലക്ട്രിക്സിനെ പിന്തള്ളി 2ാം സ്ഥാനത്തെത്തി. 17.7% വിപണി വിഹിതവുമായി 13,688 വാഹനങ്ങളാണ് ഒല ഇലക്ട്രിക്സ് ഓഗസ്റ്റിൽ ഇതുവരെ വിറ്റഴിച്ചത്. ഇലക്ട്രിക് ഇരുചക്രവാഹനങ്ങളുടെ വിഭാഗത്തിൽ 17.9% വിഹിതമാണ് ഏതർ എനർജിക്കുള്ളത്. ഹീറോ മോട്ടോകോപ്പ് 4ാം സ്ഥാനത്തും ബജാജ് ഓട്ടോ 5ാം സ്ഥാനത്തുമാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിലെ പ്രധാന ഘടകമായ അപൂർവധാതുക്കളുടെ ലഭ്യതക്കുറവാണ് മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ചൈനയിൽ നിന്ന് അപൂർവധാതുക്കൾ ലഭിക്കുന്നതിനുള്ള തടസ്സം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിപണി വൃത്തങ്ങൾ സൂചന നൽകി. താമസിയാതെ ഇവയുടെ വിതരണ തടസ്സം നീങ്ങുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.